നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സർക്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രോപ്പർട്ടി 4, പ്രോപ്പർട്ടി 5 പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ സർക്കിളിലെ പ്രോബ്ലംസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഫിഗറുകൾ നമുക്ക് തരും, ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. നിങ്ങളിത് എന്താ പറയാ, മെഷർ എടുത്ത് വരയ്ക്കേണ്ടതൊന്നുമല്ല. ഇതൊക്കെ റഫ് ഫിഗറാണ്. ഈ റഫ് ഫിഗർ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. നിങ്ങൾ ഇതിന്റെ ആൻസർ കണ്ടെത്തണം, അതിന്റെ റീസൺ എഴുതണം. ഇത്രയാണ് നമ്മുടെ ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോയാം. അതിന് നിങ്ങൾ ഇത് വരയ്ക്കണം. ഇത് വരയ്ക്കുക, ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിലെ AB എന്നുള്ള ഒരു പോയിന്റ് എടുക്കുക. അവിടുന്ന് സെന്റർ O ആണ് കേട്ടോ, O സെന്റർ ആയിട്ട് എടുക്കുക. AOB വരയ്ക്കുക. ACB, ADB. ഇത് റഫ് ഫിഗർ ആണ് കേട്ടോ, 50 ഡിഗ്രി എടുക്കൊന്നും വേണ്ട. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് ബാക്കി കണ്ടുപിടിക്കുക. ക്ലിയർ? അപ്പൊ ഇൻ ദ ഫിഗർ ആംഗിൾ ACB is 50 ഡിഗ്രി. ഒരു കാര്യം കൂടി എഴുതാട്ടെ അല്ലേ? O is the center of the circle. അതും കൂടി ചേർത്തോളൂ. O is the center of the circle. ആ വാക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ഓയിനെ കുറിച്ച് നമ്മൾ ഒന്നും പറഞ്ഞില്ല എന്ന് വിചാരിക്കുക. നോർമലി O സെന്റർ ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ അത് പറയും, 100% പറയും അത്. അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം സെന്റർ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ O is the center of the circle സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എഴുതിക്കോളൂ. ഞാൻ ഇവിടെ എഴുതിയില്ല. ഫിഗർ ആംഗിൾ ACB is 50 ഡിഗ്രി. O is the center of the circle സ്പെസിഫിക് ആയിട്ട് എഴുതിക്കോളൂ. നമുക്ക് ACB 50 ഡിഗ്രി തന്നിട്ടുണ്ട്. നമ്മളോട് AOB എന്ന് പറയുന്ന ഈ ആംഗിൾ AOB, അതുപോലെ ADB എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ കണ്ടുപിടിക്കേണ്ട രീതി എങ്ങനെയാണ്? നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ആദ്യം നമുക്ക് ADB എന്നുള്ള ആംഗിൾ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ADB. അപ്പൊ നിങ്ങളുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, നമ്മുടെ ഈ ആർക്ക് നോക്കണം. ഇവിടുത്തെ ഒരു ആർക്ക് ഏതാണ്? എയും ബി യോജിപ്പിക്കുന്ന ഈ ആർക്ക് ഉണ്ട്. AB എന്ന് പറയുന്ന ഒരു ആർക്ക് ഉണ്ട് കേട്ടോ. AB, ദിസ് വൺ. AB എന്ന് പറഞ്ഞ ആർക്കിന്റെ AB വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറ്റാൻ വേണ്ടി ഇവിടെ P നൂണി കൊടുക്കാം. APB എന്ന് പറയുന്ന ആർക്കിന്റെ, APB എന്ന് പറഞ്ഞ ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആർക്ക് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു. അത് ഏതൊക്കെയാവാം? ACB. കണ്ടോ, എയിൽ തുടങ്ങി അത് ബിയിലേക്ക് എത്തണം. ACB ഒരു ആൾട്ടർനേറ്റ് ആർക്ക് ഉള്ളു ഇവിടെ. വേറെ രീതിയിൽ പറയാൻ പറ്റില്ലേ? എങ്ങനെ പറയാം? ADB അതും ഒരു ആൾട്ടർനേറ്റീവ് ആർക്കാണ്. മനസ്സിലായോ? ACB എന്ന് പറയാം, ADB എന്ന് പറയാം. ADB ഇങ്ങനെ കറങ്ങി വരും. ADB. അപ്പൊ APB എന്ന് പറയുന്ന ഈ ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് ഇവിടെ ഉണ്ട് അല്ലെ? ADB എന്ന് പറയുന്ന ആംഗിൾ എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. തന്നിട്ടുള്ള ക്ലൂ എന്താണ്? ACB തന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ആംഗിൾ ADB? നിങ്ങൾ നമ്മുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ചോദിക്കുന്നത്. എന്താണ് പ്രോപ്പർട്ടി? All angles made by an arc on its alternate arc are equal. എന്നിട്ട് പ്രോപ്പർട്ടി പഠിച്ച പ്രോപ്പർട്ടി 4. ഈ ആർക്ക് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് ഉണ്ടാവുന്ന എല്ലാ ആംഗിൾസുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബോണ്ടോ അത് നിങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. പറഞ്ഞുതരാം. എയിൽ നിന്ന് തുടങ്ങി കറക്റ്റ് ബിയിലേക്ക് എത്തി. അങ്ങനെ ആലോചിച്ചാൽ മതി. എയിൽ നിന്ന് തുടങ്ങി തിരിച്ച് ബിയിലേക്ക് സർക്കിളുമ്പോ പോയിന്റ്സ് ആയിട്ട് വരുന്ന എത്ര ആംഗിൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ADB നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ആൾട്ടർനേറ്റ് ആർക്കിലെ എല്ലാ ആംഗിളുകളും തുല്യമാണ് ഇത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് തുടങ്ങി സർക്കിളിന്റെ പോയിന്റ് വെർട്ടിസസ് ആയിട്ട് എടുത്ത് തിരിച്ച് ബിയിലേക്ക് വരുന്ന മറ്റൊരു ആംഗിൾ ഏതാണ്? കണ്ടോ, ACB അല്ലെ? തോന്നിയോടത്തല്ല പോയിന്റ് ഇട്ടാ, സർക്കിളുമേണ് പോയിന്റ്. CD എവിടെ ആയിരിക്കണം? സർക്കിളുമേ ആയിരിക്കണം. അപ്പൊ ACB ADB ഒരേ ആൾട്ടർനേറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾസുകളല്ലേ? Therefore ആംഗിൾ ADB നമുക്ക് എന്ത് പറയാം?
ആംഗിൾ എ ഡി ബി ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. കാരണം എന്താണ്? ആ റീസൺ എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. റീസൺ എന്താണ്? ഓൾ പ്രോപ്പർട്ടി 4 all angles made by an arc on its alternate arc are എന്താണ്? Equal. ഈ പ്രോപ്പർട്ടി മറക്കരുത്. All angles made by an arc on its alternate arc are equal. ഈ പ്രോപ്പർട്ടിക്ക് മാർക്ക് കേട്ടോ. അപ്പൊ എ സി ബി എന്ന് പറയുന്നത് ഇതേ എ പി ബി എന്ന് പറഞ്ഞ ആർക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഈ ആൾട്ടർനേറ്റില്. അതേപോലെ തന്നെയാണ് എ ഡി ബി വരുന്നത്. അതുകൊണ്ട് അതെന്താ ഈ 50 ഡിഗ്രി. ക്ലിയർ? എഴുതിക്കോളൂ. പ്രോപ്പർട്ടി ഇത് മനസ്സിലായിണ്ടാവും വിചാരിക്കണം. ഇനി ഇതേപോലെ നമുക്ക് ആംഗിൾ എ ഒ ബി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആംഗിൾ എ ഒ ബി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു ആർക്ക് കൺസിഡർ ചെയ്താൽ അതിന്റെ എൻഡ് പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് വന്നു ചേരുന്ന ആലോചിച്ചാൽ മതി. അപ്പൊ അതിങ്ങനെ കണ്ടാ ഇതേ ടെക്നിക്ക് കണ്ടാ ഇങ്ങനെ എത്ര ഉണ്ടെങ്കിലും അതൊക്കെ എന്തായിരിക്കും എന്നുള്ള ആ ഐഡിയയിൽ ചിന്തിച്ചാൽ മതി. ഇനി നമുക്ക് എ ഒ ബി എന്ന് പറഞ്ഞ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ എ ഒ ബി എന്ന് പറഞ്ഞ ആംഗിളിന്റെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. എന്താണത്? ഏത് ആർക്കാണത്? എ പി ബി എന്ന് പറയുന്ന ആർക്ക് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അപ്പൊ എ ഒ ബിനെ ആർക്ക് എ പി ബിയുടെ എന്താ പറയാ? എ ഒ ബി ഈസ് നോൺ ആസ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി ബി. സെൻട്രൽ ആംഗിൾ ഏതിന്റെ? ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് എന്ത്? എ ഒ ബി എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ. ക്ലിയർ? സെൻട്രൽ ആംഗിളുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് എ ഒ ബി കണ്ടുപിടിക്കണം കേട്ടാ. ഈ ആംഗിൾ കണ്ടുപിടിക്കണം. നമുക്ക് ആവില്ല എന്നുള്ളത് എ സി ബി തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ എ സി ബിയും എ ഒ ബിയും കണക്ട് ചെയ്യാൻ പഠിപ്പിച്ചത്? എങ്ങനെയാണ് പഠിപ്പിച്ചത്? ഓർമ്മയുണ്ടോ? എങ്ങനെയാണ്? ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഇത്. ഈ ആർക്ക് ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 50. അങ്ങനെയാണെങ്കിൽ എ സി ബിയും എ ഒ ബിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? എന്തായിരുന്നു? എ ഒ ബി എന്ന് പറയുന്നത് എ സി ബിയുടെ ഡബിൾ ആയിരിക്കും, അങ്ങനെ പറയാം. അല്ലെങ്കിൽ എ ഒ ബിയുടെ ഹാഫ് ആയിരിക്കും ഏത്? എ സി ബി. അതാണ് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി. വെരി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോ കണ്ടോ, ഇതേ ആർക്ക് സെൻട്രൽ ആംഗിള്, അതേപോലെ ഇതേ ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 50. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും എന്ത് വരിക? എ ഒ ബി എന്ന് പറയുന്നത്. Therefore എ ഒ ബി is equal to 2 into angle ACB, that is 2 into 50, that is എത്രയാണ് വരിക? 100 ഡിഗ്രി. 100 ഡിഗ്രി. അപ്പൊ മനസ്സിലാക്കാതെ ഇത് കണ്ടുപിടിക്കണം. ഇവിടെ 50 ഉണ്ട്, അപ്പൊ ഡബിൾ. സപ്പോസ് ഇവിടെയാണോ തന്നെ വെച്ചാലോ ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലോ എത്ര വരിക? ഇതിന്റെ ഹാഫ് വരും. ഇത്രേ ഉള്ളൂ. ക്ലിയർ? അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതുക, പക്ഷെ ഇതിന്റെ അടിയിൽ റീസൺ എഴുതണം. ക്ലിയർ? ഓക്കെ. എങ്ങനെയാണ് റീസൺ പറയാ? പ്രോപ്പർട്ടി ഓർമ്മയുണ്ടോ? പ്രോപ്പർട്ടി 5 ഒന്ന് മറച്ചു നോക്കിയോളൂ വേണമെങ്കിൽ. പ്രോപ്പർട്ടി 5 എന്താ പറഞ്ഞത്? The angle made by any arc of a circle, the angle made by any arc of a circle on the alternate arc is half the angle made at the center. ഉണ്ടോ? ഈ ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് അത് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഹാഫ് ആണെന്നാണ് പഠിച്ചത്. തിരിച്ചു പറഞ്ഞാൽ മതി. എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഇവിടെ 50 ആണെങ്കിൽ എന്തായിരിക്കും? 100 ഡിഗ്രി ഡബിൾ ആയിരിക്കും. തിരിച്ചു പറയാ, ഇതിന്റെ ഹാഫ് ആണ് ഇവിടെ വരിക, അപ്പൊ ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരിക. അത്രേ ഉള്ളൂ. ആ പ്രോപ്പർട്ടി ഇവിടെ നിങ്ങൾ കോട്ട് ചെയ്യണം കേട്ടോ. പ്രോപ്പർട്ടി എഴുതിക്കോളൂ. പ്രോപ്പർട്ടി എഴുതണം. പ്രോപ്പർട്ടി 6 നോക്കി എഴുതി വെക്കും ഇവിടെ. ദ ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓഫ് എ സർക്കിൾ ഓൺ ദി ആൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദി ആംഗിൾ മെയ്ഡ് അറ്റ് സെന്റർ. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി 5 നിങ്ങൾ പ്രോപ്പർട്ടി 5 എന്നൊക്കെ എഴുതിയിട്ടില്ലേ? ഞാൻ മാഷ് തന്ന അത് വെച്ചിട്ട് ഞാൻ പറയണത്. ഇനി പ്രോപ്പർട്ടി 5 എന്നുള്ള പേര് ഓർത്തില്ലെങ്കിലും പറഞ്ഞ കാര്യം ഓർത്താൽ മതി. എന്താണ്? ദ ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓഫ് എ സർക്കിൾ ഓൺ ഇറ്റ്സ് ആൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദി ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെന്റർ. സെന്ററിൽ മെയിൻ ഹാഫ് ആയിരിക്കും.
അല്ലെങ്കിൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരിക. therefore angle IOB is equal to 100 ഡിഗ്രി. അപ്പൊ പ്രോപ്പർട്ടി 5 6 അല്ല, പ്രോപ്പർട്ടി 5 ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. പ്രോപ്പർട്ടി 5 എന്ന് എഴുതിയൊരു മാർക്കും കിട്ടില്ല കേട്ടാ. പ്രോപ്പർട്ടി 5 എന്താണെന്ന് അവിടെ എടുത്ത് എഴുതണം. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. O is the center of a circle. O is the center of a circle. ആ വാചകം വളരെ ഇമ്പോർട്ടന്റ് ആട്ടാ, ശ്രദ്ധിക്കാം നിങ്ങളെ. O is the center of a circle. ചിത്രം റഫ് ഫിഗർ നിങ്ങൾ വരയ്ക്കണം. റഫ് ഫിഗർ വരയ്ക്കണം. തന്നിട്ടുള്ള കാര്യം പറയുന്നത് ഇവിടെ. O is the center of a circle. ആംഗിൾ POQ 130 ഡിഗ്രി. POQ ഇതെവിടെ 130 ഡിഗ്രി തന്നിട്ടുണ്ട് കേട്ടോ. 130 ഡിഗ്രി തന്നിട്ടുണ്ട്. 130 ഡിഗ്രി. കാൽക്കുലേറ്റ്. ആംഗിൾ PSQ, PSQ, PRQ, PTQ, PSQ, PRQ, PTQ പറയാനാണ് പറയുന്നത്. റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, തനി ചെയ്യണം. ഇവിടെ തന്നിട്ടുള്ള എന്താണ്? POQ തന്നിട്ടുണ്ട് 130 ഡിഗ്രി. ഈ POQ ഏത് ആർക്കിന്റെ സെൻട്രൽ ആംഗിളാ അതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടാ. ഏത് ആർക്കിന്റെ സെൻട്രൽ ആംഗിളാ അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആർക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങളൊരു സി എന്ന് കൊടുക്കാം ഞാൻ. PCക്കുന്നുള്ള ആർക്കിന്റെ സെൻട്രൽ ആംഗിളാണ്, അത് കറക്റ്റ് ആവണം കേട്ടോ. PCക്കുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിളാണ് ഏത് 130 എന്ന് പറയുന്നത്. അതെന്നാ POQ, PCQന്റെ. ക്ലിയർ? അത് തന്നിട്ടുണ്ട്. നിങ്ങളോട് PSQ, PRQ, PTQ അത് കണ്ടുപിടിക്കാനാ പറയണേ. ഒന്ന് നിങ്ങള് ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയോളൂ കേട്ടോ. PSQ, PRQ, PTQ, SRT എന്ന് പറഞ്ഞ പോയിന്റ്സ് എവിടെ കിടക്കുന്നതാ? സർക്കിളിന് അല്ലേ? ഈ പിയും ക്യൂ ഈ ഓരോ ആംഗിളിന്റെ എൻഡ് പോയിന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. ആർക്കിന്റെ എൻഡ് പോയിന്റ്സ്, ആംഗിളിന്റെ ആർക്കിന്റെ എൻഡ് പോയിന്റ്സ്. അപ്പോ PSQ, PRQ, PTQ. അപ്പൊ ഈ ആർക്ക് ഇതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിളുകളാണ് ഏതൊക്കെ? ഈ മൂന്നെണ്ണം. അപ്പൊ അതെന്താന്ന് പഠിച്ചത് നമ്മള്? സെയിം ആന്ന് പഠിച്ചു അല്ലേ? അപ്പോ ആൻസർ പറയാം. ആംഗിൾ PSQ ഈക്വൽ ടു ആംഗിൾ PRQ ഇസ് ഈക്വൽ ടു ആംഗിൾ PTQ. റീസൺ എന്താണ്? പ്രോപ്പർട്ടി 4 പഠിച്ചില്ലേ? ദ ആംഗിൾസ് മെയ്ഡ് ബൈ an arc on its alternative arc are equal. പ്രോപ്പർട്ടി ഇവിടെ എഴുതണം, മാഷ എഴുതില്ല. നിങ്ങൾ അത് എഴുതി ഓർക്കണം. പ്രോപ്പർട്ടി ദ ആംഗിൾസ്, all angles made by an arc on its alternate arc are equal. അത് നിങ്ങൾ എഴുതി നിറയ്ക്കണം അവിടെ, അല്ലെങ്കിൽ മാർക്ക് തരില്ല. ക്ലിയർ? ആംഗിൾ PSQ, ആംഗിൾ PRQ, ആംഗിൾ PTQ ഈക്വൽ, 3 ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി അത് എത്ര വീതമാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇനി അത് എത്ര വീതം കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ POQ ഏതിന്റെ സെൻട്രൽ ആംഗിൾ ആയിരുന്നു? PCQന്റെ അല്ലെ? PCQന്റെ. അപ്പൊ ഈ PCQ എന്ന് പറഞ്ഞ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾസ് ആണ് ഇത് മൂന്നെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതും തമ്മിലുള്ള ഒരു ബന്ധം പഠിച്ചില്ലേ? ഏതായിരുന്നു? പ്രോപ്പർട്ടി 5 അനുസരിച്ച് എന്താണ്? ആംഗിൾ മെയ്ഡ് ബൈ an arc on its alternate arc is half the angle made at the center. പ്രോപ്പർട്ടി 5 അല്ലെ? ഇവിടെ ഉണ്ടാക്കണന്റെ ഹാഫ് ആണെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? therefore angle PSQ equal to the angle POQ divided by 2. That is 130 divided by 2 equal to 65. അപ്പൊ PSQ 65 ആ. അപ്പൊ ഇതൊക്കെയോ? അത് 65 റീസൺ പഠിച്ചു നമ്മള്. 65 അല്ലെ? അപ്പൊ ആംഗിൾ PSQ is equal to ആംഗിൾ PRQ is equal to ആംഗിൾ PTQ equal to 65 ഡിഗ്രി. റീസൺ എഴുതണം. റീസൺ ഇവിടെ എഴുതണം. എത്രാമത്തെ? പ്രോപ്പർട്ടി 5 അനുസരിച്ച് റീസൺ ഞാൻ എഴുതുന്നില്ല. ഞാൻ എഴുതിയാൽ നിങ്ങൾ പഠിക്കില്ല. നിങ്ങൾ തന്നെ അത് പറഞ്ഞു പഠിക്കണം. ദ ആംഗിൾ മെയ്ഡ് ബൈ an arc on its alternate arc is half the angle made at the center എന്നുള്ള പ്രോപ്പർട്ടി എഴുതണം. മനസ്സിലായോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്.
മനസ്സിലാക്കി എഴുതുക. ക്ലിയർ? ഓക്കെ. ഈ മോഡലാണ് നമുക്ക് ഈ സർക്കിൾ എന്ന ചാപ്റ്ററിൽ വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫിക്കൽറ്റിയേ ഇല്ല. പക്ഷെ എന്ത് ചെയ്യണം നമ്മള്? നിങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കണം കണക്കുകൾ. അത് ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞായിരുന്നു. ഗണിതഗുരു എന്ന പുസ്തകം വാങ്ങിച്ച് അതിലത്തെ എല്ലാ കണക്കുകളും ചെയ്യാൻ ശ്രമിക്കുക. തനിയെ ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് കണക്ക് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. നമ്മൾ 60% എല്ലാവർക്കും മനസ്സിലാവേണ്ടെന്ന് പറഞ്ഞു. നമുക്കത് 100ലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങളുടെ എഫർട്ട് നിങ്ങൾ ഇട്ടേ മതിയാവും. ഓക്കെ. അപ്പോൾ കൂടുതൽ കണക്കുകൾ ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാം. പക്ഷെ നിങ്ങൾ ഇതുപോലത്തെ കണ്ടെത്തി ചെയ്യാൻ ശ്രമിക്കുക, നമ്മൾ പഠിപ്പിച്ച പ്രോപ്പർട്ടി അനുസരിച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളൊന്ന് 5 പ്രോപ്പർട്ടി കഴിഞ്ഞു. അതിൻ്റെ പ്രോബ്ലംസുകൾ നമ്മൾ കുറച്ച് ചെയ്തു. നമ്മൾ 6ാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്. 6th പ്രോപ്പർട്ടി പഠിക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ യു ടു ഡ്രോ എ സർക്കിൾ. ഒരു സർക്കിൾ വരച്ചോളൂ വേഗം. സോ യു ഹാവ് ഡ്രോൺ എ സർക്കിൾ വിത്ത് സെന്റർ എ. നോക്കൂ, സെന്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാട്ടോ. എ എന്ന് തന്നെ വേണമെന്നില്ല. കോമൺ ആയിട്ട് സെന്റർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സി കൊടുക്കാറുണ്ട്, ഓ കൊടുക്കാറുണ്ട്. ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലൂടെ പേ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് നിങ്ങൾ ഇതായിരിക്കും. പിന്നെ എല്ലാ പ്രോബ്ലത്തിലും സെന്റർ എന്ന് സ്പെസിഫൈ ചെയ്താൽ പിന്നെ അത് തന്നെയായിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ. And take 2 points C and D on the circle. ഈ സർക്കിളുമേ 2 പോയിന്റ് സിയും ഡി എടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ 4ാമത്തെ പ്രോപ്പർട്ടി 5ാമത്തെ പ്രോപ്പർട്ടി നമുക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടാവണം. എന്താണ്? ദ ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓൺ ഈസ് ആൾട്ടർനേറ്റീവ് ആർക്സ്. എല്ലാതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു ആർക്ക് അതിൻ്റെ ആൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസുകളും സെയിം ആയിരിക്കും. അതൊന്ന്. പിന്നെ ഒരു ആർക്ക് തന്നെ അതിൻ്റെ ആൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ഇതാണ് നമ്മൾ 4ഉം 5ഉം ആയിട്ട് പഠിച്ചതാണ്. ഇവിടെ നമ്മൾ അതുമായി കണക്ട് ചെയ്ത മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ യു ടേക്ക് സി ആൻഡ് ഡി ഓൺ ദ സർക്കിൾ. ഓക്കെ. ദെൻ ടേക്ക് അനദർ പോയിന്റ് ഹിയർ. ഇ എന്നുള്ള പോയിന്റ് എടുത്തു. ഓക്കെ. ദെൻ അനദർ പോയിന്റ് ഹിയർ. എഫ് എടുത്തു. എഫ്. Clear? Then join CE and ED. Clear? Then measure the angle CED. Angle measure ചെയ്യുക. CED എന്ന് പറഞ്ഞ ആംഗിൾ മെഷർ ചെയ്യുക. ഓക്കെ. I got an angle 40 degree. That is CED 40 degree എനിക്ക് കിട്ടി. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ എഴുതിക്കോളൂ. Clear? ഇനി when we move this, എവിടെയായാലും എന്തായിരിക്കും ആംഗിള്? 40. ദാറ്റ്സ് എ പ്രോപ്പർട്ടി. കേട്ടോ? ഉണ്ടോ? എവിടെയായാലും അവിടെ കൊണ്ടുവച്ചു. ഓക്കെ. Now you join CF and FD. CF and FD. CF and FD. Now you got an angle CFD. CFD കിട്ടി. CFD. Measure the angle. So angle CFD. നിങ്ങൾക്ക് കിട്ടിയോ? എനിക്ക് 140 കിട്ടി. CED 40 കിട്ടി. നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇത് മാറ്റുന്നു. ഇസ് ദർ എനി ചേഞ്ച് ഉണ്ടാവുമോ? ചേഞ്ച് ഉണ്ടാവില്ല. കാരണം കണ്ടോ, ഈ ആർക്കിൽ വരുന്ന ആംഗിൾസ് എപ്പോഴും എത്ര ആംഗിൾസ് എടുത്താലും അത് സെയിം തന്നെയായിരിക്കും. 140 ആയിരിക്കും. ഓക്കെ. ആൻഡ് ഡിഡ് യു നോട്ടീസ് എനി സ്പെഷ്യാലിറ്റീസ്? ഈ 2 ആംഗിളുകൾ നോക്കാം.
അപ്പോൾ നമ്മൾ ആദ്യം ഈ CFD എന്ന് പറഞ്ഞ ആർക്ക്, ഈ CFD എന്ന് പറഞ്ഞ ആർക്കിന്റെ ആൾട്ടർനേറ്റീവ് ആർക്കായിരുന്നു ഇത് CED എന്ന് പറയുന്നത് അല്ലേ, CED. അപ്പൊ CFDയുടെ ആൾട്ടർനേറ്റീവ് ആർക്കായിരുന്നു ഇതാണ് CED. ഓർഡറിൽ നോക്കുക, ആ ആംഗിൾ 40 ആയിരുന്നു. ഇനി CED എന്ന് പറയുന്നതിന്റെ ആൾട്ടർനേറ്റീവ് ആർക്കാണ് CFD. CED എന്ന് പറയുന്നതിന്റെ ആൾട്ടർനേറ്റീവ് ആർക്കായിരുന്നു ഇത് CFD. അവിടുത്തെ ആംഗിൾ എത്ര കിട്ടിയത് 140. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകളെന്ന് തോന്നിയോ? യു ജസ്റ്റ് ആഡ് ആംഗിൾ CED ആൻഡ് CFD. CEDയും CFDയും ഒന്ന് നോക്കി നോക്കൂ, രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കൂ. ആംഗിൾ CED പ്ലസ് ആംഗിൾ CFD നിങ്ങൾക്ക് കിട്ടിയത് ആഡ് ചെയ്യണം കേട്ടോ. വാട്ട് യു ഗോട്ട്, ആഡ് ഇറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ. ആൻഡ് ഐ ഗോട്ട് 40 degree പ്ലസ് 140 degree. ആംഗിൾ CED പ്ലസ് ആംഗിൾ CFD 40 degree പ്ലസ് 140 degree ഈക്വൽ ടു 180 degree. 180 degree. Clear? Okay. Let us do another example. You draw another circle. Again. So angle CED plus CFD equal to 40 plus 140 equal to 180. നിങ്ങളുടെ മെഷേഴ്സ് കറക്റ്റ് ആവണം കേട്ടോ, കറക്റ്റ് മെഷർ ചെയ്യണം. മെഷർ ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. 180 degree. ക്ലിയർ? ഓക്കെ. അപ്പോൾ മറ്റൊരു സർക്കിൾ എടുക്കുക, വരയ്ക്കുക. ടേക്ക് പോയിന്റ്സ് C and D. Take another points E. ഇവിടെ ഇടുക F. Clear? Now join. CED and angle CFD. Measure the angle CED. CED. I got 50 degree. Now measure the angle CFD. And I got 130 degree. നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് അത് നിങ്ങൾ എഴുതണം, കറക്റ്റ് ആയിട്ട് എഴുതണം. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. CFD എന്ന് പറഞ്ഞ ആംഗിളിന്റെ ആൾട്ടർനേറ്റീവ് ആർക്കാണ് CED കേട്ടോ. CFDയുടെ ആൾട്ടർനേറ്റീവ് CED. അവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് E അല്ലേ. മാറ്റാന്ന് വിചാരിക്കുക. ഇസ് ദർ എനി ചേഞ്ച് ഫോർ ദി ആംഗിൾ? ഉണ്ടോ? ഇല്ല. എല്ലായ്പ്പോഴും അവിടെ എന്തായിരിക്കും, ഏത് പൊസിഷനിൽ എടുത്താലും ആംഗിൾ എത്രയായിരിക്കും? 50 degree ആയിരിക്കും. ക്ലിയർ? ഓക്കെ. ഇനി ഈ CED എന്ന് പറഞ്ഞ ആർക്കിന്റെ ആൾട്ടർനേറ്റീവ് ആർക്കാണ് CFD. നോക്കാം നമുക്ക്. CFD ഇതാ മാറുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അതേ ആർക്കിൽ വരുന്ന എത്ര ആംഗിൾസ് ഉണ്ടാക്കിയാലും അതെന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ സിയും ഡിയും എന്ന് പറഞ്ഞ പോയിന്റ് ആണ് എൻഡ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. അവിടെ നിന്ന് ആൾട്ടർനേറ്റ് ആർക്കുകളിൽ ഉണ്ടാക്കുന്ന ഏത് ആംഗിൾ ആയാലും അതൊക്കെ സെയിം ആയിരിക്കും. അപ്പൊ CED എന്ന് പറഞ്ഞ ആർക്കിനെ സംബന്ധിച്ച എൻഡ് പോയിന്റ്സ് ആണ് സിയും ഡിയും. CFD എന്ന് പറഞ്ഞ ആർക്കിനെ സംബന്ധിച്ചുള്ള എൻഡ് പോയിന്റ്സ് ആണ് ഏത്? സിയും ഡിയും. പക്ഷെ അത് ഉണ്ടാക്കുന്ന ആംഗിളുകൾ അതിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആർക്കിലാണെന്ന് മാത്രം. ക്ലിയർ? നൗ അഗെയിൻ യു ഹാവ് ടു ആഡ് CED and CFD. ചെയ്യൂ. CED and CFD. അപ്പൊ നിങ്ങൾക്ക് ഇത് ചിത്രം തന്നെ എടുക്കാം, അല്ലെങ്കിൽ വേറെ ഒരെണ്ണം കൂടി നിങ്ങൾ വരയ്ക്കുക, എന്നിട്ട് ഇതുപോലെ കണ്ടുപിടിക്കുക. നിങ്ങൾ എത്ര സ്വന്തമായിട്ട് ചെയ്യണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും കേട്ടോ. മാഷ് ഇപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നത്. ഇനി മാഷ് വേറെ പോയിന്റ് ഇവിടെ എടുത്തു നോക്കിയല്ലോ കേട്ടോ. വേറെ പോയിന്റ് എടുത്തു. നേരത്തെ ചെയ്തതുപോലെ വീണ്ടും ജോയിൻ GD അല്ലേ. ആംഗിൾ മെഷർ ചെയ്യാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എത്രയായിരിക്കും? CGD എന്ന് പറഞ്ഞ ആംഗിൾ എത്രയായിരിക്കും? 50 degree. എന്താ കാരണം? ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാവുന്ന എല്ലാ ആംഗിൾസുകളും എന്തായിരിക്കും? സെയിം ആവും. ഇനി നമുക്കത് സംശയം മെഷർ ചെയ്യാം. നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിയോളൂ കേട്ടോ.
ഓക്കെ. അപ്പൊ സി ജി ഡി ഉള്ള അയാൾ എത്ര കിട്ടി എനിക്ക്? 50 ഡിഗ്രി. സി ജി ഡി എത്ര കിട്ടി? 50 ഡിഗ്രി അല്ലേ? ഇനി ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് സി ജി ഡിയും സി എഫ് ഡിയും കൂടി കൂട്ടി നോക്കിയോളൂ. സി ജി ഡി സി എഫ് ഡി കൂട്ടി നോക്കിയോളൂ. എത്ര വരിക? ആഡ് ആംഗിൾ സി ജി ഡി ആൻഡ് സി എഫ് ഡി എത്രയാണ് വരിക? 50 പ്ലസ് 130 എത്രയാ? 180. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ റൂൾ അതെ, പെയർ ഓഫ് ആംഗിൾസ് മെയ്ഡ് ഓൺ ആൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് ആൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെന്ററി. കണ്ടോ, ഇതാണ് പ്രോപ്പർട്ടി പറയുന്നത്. ഇങ്ങനെ നിരവധി നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും പെയർ ഓഫ് ആംഗിൾസ് എപ്പോഴും 2 എണ്ണം എടുക്കുക. 2 എണ്ണം, പെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 എണ്ണം. അത് വരുന്ന 2 ആംഗിളുകൾ കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? നിങ്ങൾക്ക് 180 ഡിഗ്രി കിട്ടും. നിങ്ങൾ ഇതിനെ എങ്ങനെ നിങ്ങൾ മാറ്റി നോക്കിക്കോളൂ. അതെ, എവിടേക്ക് മാറ്റിയാലും ആംഗിള് മാറുമോ? ഇല്ല. ഉണ്ടോ? എവിടേക്ക് എടുത്താലും അത് അതിനെയായിരിക്കും. അതെ, അടിയിലത്തെ മാറ്റാം, കുഴപ്പമില്ല. അതെ, ഉണ്ടോ? എപ്പോഴും പെയറായിട്ട് എടുക്കുക. പെയറായിട്ട് എടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. സോ ആംഗിൾ സി ഇ ഡി പ്ലസ് സി എഫ് ഡി. ഇപ്രാവശ്യം സി ഇ ഡി എനിക്ക് കിട്ടിയത് 50. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ എഴുതണം കേട്ടോ. 50 പ്ലസ് സി എഫ് ഡി എനിക്ക് കിട്ടിയത് 130 ഈക്വൽ ടു 180 ഡിഗ്രി. 180 ഡിഗ്രി. നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് നിങ്ങൾ എഴുതാ. ആംഗിൾ മെഷർ ചെയ്ത് കറക്റ്റ് ആവണം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ കണ്ടത് എന്തൊക്കെയാണ്? എന്താ കണ്ടത്? എത്ര ആംഗിൾ ഉണ്ട് ഇവിടെ? 2. അപ്പൊ നമുക്ക് എന്താ പറയാം? പെയർ ഓഫ് ആംഗിൾസ് ഓൺ എൻ ആർക്ക്. ഇപ്പൊ സി എഫ് ഡിയിൽ ഉണ്ടാവുന്ന ഒരു ആംഗിൾ ആണ് പെയർ ഓഫ് ആംഗിൾ. സി എഫ് ഡി എന്ന് പറഞ്ഞ ആർക്ക് നോക്കുക നിങ്ങൾ. പെയർ ഓഫ് ആംഗിൾസ് ഓൺ എൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് ആൾട്ടർനേറ്റ് ആർക്ക്. അതിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് ഏതായിരുന്നു? സി ഇ ഡി. അതിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് ഏതാണ്? സി ഡി. അപ്പോ പെയർ ഓഫ് ആംഗിൾസ് ഓൺ എൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് ആൾട്ടർനേറ്റ് ആർക്ക് ആർ എത്രയത്? 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലിമെന്ററി. അതാണ് നമ്മുടെ പ്രോപ്പർട്ടി. പെയർ ഓഫ് ആംഗിൾസ് ഓൺ എൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് ആൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെന്ററി. അതാണ് പറയുന്നത്. കണ്ടോ, സി എഫ് ഡി എന്ന് പറഞ്ഞ ഒരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആംഗിളും അതിന്റെ ആൾട്ടർനേറ്റ് ആയ സി ഡിയിൽ ഉണ്ടാകുന്ന ആംഗിളും സപ്ലിമെന്ററി. തിരിച്ചു ചിന്തിക്കാം. സി ഇ ഡി എന്ന് പറയുന്ന വലിയ ആർക്ക് എടുത്തു, അവിടെ ഉണ്ടാവുന്ന ആംഗിളും അതിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് ഏതാണ്? സി എഫ് ഡി. അവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്താണ്? സെയിം ആണ്. ഇതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി. ഇനി നോക്കിയോളൂ, 6ാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് എഴുതേണ്ടതാണ് കേട്ടോ. അത് എന്താണ് പ്രോപ്പർട്ടി? പെയർ ഓഫ് ആംഗിൾസ് ഓൺ എൻ ആർക്ക്. വളരെ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ പ്രോപ്പർട്ടിയും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. പെയർ ഓഫ് ആംഗിൾസ് എന്ന് വെച്ചാൽ 2 എണ്ണം ഓൺ എൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് ആൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെന്ററി. ഓരോ വാചകം അല്ലെങ്കിൽ ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞപ്പോൾ 2 എണ്ണം ഓൺ എൻ ആർക്ക്, ഒരു ആർക്കിൽ ഉണ്ടാകുന്ന ഒരു ആംഗിളും പിന്നെ അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിളും എപ്പോഴും എത്രയായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. രണ്ടും കൂടി എത്രയായിരിക്കും? സപ്ലിമെന്ററി. 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ ചെയ്യേണ്ടത് ഡിഫറെന്റ് സർക്കിൾസ് നിങ്ങൾ വരയ്ക്കുക. അതുപോലെ ആർക്കുകൾ എടുക്കുക. ആർക്കുകൾ എടുത്തിട്ട് ഇതുപോലെ ആൾട്ടർനേറ്റ് ആർക്സുകളിൽ ആംഗിൾസുകൾ വരച്ചിട്ട് ആഡ് ചെയ്ത് നോക്കുക. അങ്ങനത്തെ ഒരു 5 ഫിഗർ വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം ബോധ്യപ്പെടണം. അങ്ങനെ നിങ്ങൾ എപ്പോഴാണോ ബോധ്യപ്പെടുന്നത് അവിടെ പഠനം കംപ്ലീറ്റ് ആയെന്നാണ് അർത്ഥം. അതുപോലെ അതിൽ തന്നെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സെൻട്രൽ ആംഗിൾ വെച്ചുള്ള പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുക, ശരിയാവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ തന്നെ സ്വയം വരയ്ക്കുകയും അത് അളക്കുകയും എഴുതുകയും മനസ്സിലാക്കുകയും ചെയ്താൽ പിന്നെ അതിലൊരു കാരണവശാലും നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. അപ്പൊ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ.